നമസ്കാരം. പ്രധാന വാർത്തകൾ. മാസപ്പടി കേസിൽ SFIO നടപടികൾക്ക് സ്റ്റേയില്ല. മാസപ്പടി കേസിൽ SFIOയുടെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL സമർപ്പിച്ച ഹർജി ദില്ലി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് വിട്ടു. SFIO കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ ഹർജിക്ക് നിലനിൽപ്പില്ലാതെയായെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. കുറ്റപത്രം നൽകില്ലെന്ന വാക്കാലുള്ള ഉറപ്പ് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് നൽകിയെന്ന വാദമുയർന്ന സാഹചര്യത്തിലാണ് കേസ് ചീഫ് ജസ്റ്റിസിന്റെ തീരുമാനത്തിൽ വിട്ടത്. ഏപ്രിൽ 22-ന് കേസ് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് പരിഗണിക്കും. തൽക്കാലം SFIO നടപടികൾക്ക് സ്റ്റേ ഇല്ല. CMRLന് വേണ്ടി കപിൽ സിബലും കേന്ദ്ര സർക്കാരിനായി അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജുവും കോടതിയിൽ ഹാജരായി. 1 വർഷത്തോളമായി ദില്ലി ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളതാണ് കേസ്. കഞ്ചാവ് കേസിൽ തസ്ലീമയുടെ സഹോദരിയെ ചോദ്യം ചെയ്തു. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പിടിയിലായ തസ്ലീമയുടെ സഹോദരിയെ എക്സൈസ് ചോദ്യം ചെയ്തു. വിവരശേഖരണത്തിന്റെ ഭാഗമായാണ് സഹോദരിയെ ചോദ്യം ചെയ്തത്. ഇവർക്ക് ലഹരി ഇടപാടുമായി ബന്ധമില്ല എന്നാണ് എക്സൈസ് നിഗമനം. വാഹനം വാടകയ്ക്കെടുക്കാൻ സഹായിച്ച യുവതിയെയും ചോദ്യം ചെയ്തു. തസ്ലീമ കാർ വാടകയ്ക്കെടുത്തത് മറ്റൊരാവശ്യത്തിന് നൽകിയ തന്റെ തിരിച്ചറിയൽ രേഖകൾ ദുരുപയോഗം ചെയ്തെന്ന് യുവതി മൊഴി നൽകി. തസ്ലീമയുടെ ഭർത്താവ് സുൽത്താനെ എക്സൈസ് അറസ്റ്റ് ചെയ്തിരുന്നു. യുവതിയെയും 2 കുട്ടികളെയും കാണാനില്ലെന്ന പരാതി. പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിനിയായ ബാസില, മക്കളായ റബിയുൾ ഗസി, ഗനീം നാഷ് എന്നിവരെയാണ് കാണാതായത്. ഒറ്റപ്പാലത്തെ വീട്ടിൽ നിന്നും ഭർത്താവിന്റെ പട്ടാമ്പിയിലെ വീട്ടിലേക്ക് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിയതായിരുന്നു മൂവരും. എന്നാൽ വീട്ടിലെത്താതായതോടെ ബന്ധുക്കൾ അന്വേഷിച്ചിറങ്ങിയായിരുന്നു. പരിശോധനയിൽ വൈകിട്ട് 4 മണിയോടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയതായി CCTV ദൃശ്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളാണ് ഈ സമയത്ത് സ്റ്റേഷനിലുണ്ടായിരുന്നത്. അതേസമയം കുടുംബപരമായി പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ബാസിലയുടെ സഹോദരൻ പ്രതികരിച്ചു. ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുവൈറ്റ് ഓയിൽ കമ്പനിയിൽ പൈപ്പ് പൊട്ടി അപകടം. മാവേലിക്കര സ്വദേശിക്ക് ദാരുണാന്ത്യം, ഒരാൾക്ക് പരിക്ക്. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര തട്ടാരമ്പല സ്വദേശി രാമൻപിള്ളയാണ് അപകടത്തിൽ മരിച്ചത്. 61 വയസ്സായിരുന്നു. കുവൈറ്റ് ഓയിൽ കമ്പനിയുടെ കീഴിലുള്ള കോൺട്രാക്ടിംഗ് കമ്പനിയിലായിരുന്നു ജോലി. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. അപകടത്തിൽപ്പെട്ട മറ്റൊരാളുടെ ആരോഗ്യനില ഗുരുതരമാണ്. രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം നടന്നതെന്നും ഇത് ഉൽപ്പാദന പ്രവർത്തനങ്ങളെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നും അധികൃതർ അറിയിച്ചു. കമ്പനിയുടെ എമർജൻസി ടീമുകൾ ഉടൻ തന്നെ പ്രതികരിക്കുകയും അത്തരം സാഹചര്യങ്ങളിൽ പിന്തുടരുന്ന നടപടിക്രമങ്ങൾക്ക് അനുസൃതമായി എല്ലാ നടപടികളും സ്വീകരിക്കുകയും ചെയ്തു. അപകടത്തിന്റെ കാരണങ്ങൾ കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണ്. 10 ലക്ഷം രൂപയുടെ സ്വർണം തട്ടിയെടുത്തെന്ന കേസിൽ മുൻ MLA പ്രതി. ഭീഷണിപ്പെടുത്തി സ്വർണം തട്ടിയെടുത്തെന്ന പരാതിയിൽ മുൻ MLA മാത്യു സ്റ്റീഫൻ അടക്കം 3 പേർക്കെതിരെ തൊടുപുഴ പോലീസ് കേസെടുത്തു. തൊടുപുഴയിലെ ജ്വല്ലറി ഉടമയുടെ പരാതിയിലാണ് നടപടി. കടമായി സ്വർണം വാങ്ങിയ ശേഷം പണം നൽകാതെ വഞ്ചിച്ചെന്നും പണം ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് ജ്വല്ലറി ഉടമയുടെ പരാതി. മാത്യു സ്റ്റീഫൻ, ജിജി, സുബൈർ എന്നിവരാണ് പ്രതികൾ. ജനാധിപത്യ സംരക്ഷണ സമിതി പ്രവർത്തകരാണ് പ്രതികൾ. മാത്യു സ്റ്റീഫൻ തൊടുപുഴയിൽ വാർത്താസമ്മേളനം വിളിച്ചാണ് കേസിന്റെ വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. 10 ലക്ഷം രൂപയുടെ സ്വർണം കടമായി വാങ്ങിയ ശേഷം പണം നൽകിയില്ലെന്നാണ് പരാതി. പണം ചോദിച്ചപ്പോൾ ജ്വല്ലറി ഉടമയ്ക്കെതിരെ ജിജി പോലീസിൽ പരാതി നൽകി. പരാതി പിൻവലിക്കാൻ കൂടുതൽ പണവും ആവശ്യപ്പെട്ടു. തട്ടിപ്പ് ബോധ്യപ്പെട്ടപ്പോൾ ജ്വല്ലറി ഉടമ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. നിലവിൽ മുക്കുവണ്ട പണയം വെച്ച് പണം തട്ടിയ കേസിൽ സുബൈർ, ജിജി എന്നിവർ റിമാൻഡിലാണ്. സംഘടനയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ആഴ്ചകൾക്ക് മുമ്പ് രാജിവെച്ചെന്നുമാണ് മാത്യു സ്റ്റീഫൻ കേസ് വിവരങ്ങൾ വിശദീകരിച്ച ശേഷം പറഞ്ഞത്. ഇടുക്കി പീരുമേട് നിയോജക മണ്ഡലം മുൻ MLA ആണ് മാത്യു സ്റ്റീഫൻ.